അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്രി കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ഷഅബാൻ. ഷഅബാനിലെ 15ാമത്തെ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. വളരെ പവിത്രമായ ഈ രാത്രിയിൽ അതിൻ്റെ പേരിൻ്റെ ആധിക്യം തന്നെ അതിൻ്റെ പവിത്രത അറിയിക്കുന്നുണ്ട്. ലൈലത്തുൽ ബറാഅ തുടങ്ങിയ ഒരുപാട് പേരുകൾ ഈ മഹത്തായ രാത്രിക്കുണ്ട്. അത് ആ രാത്രിയുടെ മഹത്വത്തെക്കുറിച്ചാണ് അറിയിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാനിലെ 15ാമത്തെ രാത്രിയിൽ ഒരിക്കൽ ആയിഷ ബിവിയോട് ചോദിച്ചു, ആയിഷ, നിങ്ങൾക്കറിയുമോ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത? ആ സമയത്ത് മഹദി ആയിഷ ബിവി ചോദിച്ചു, എന്താണ് ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത? അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദി ആയിഷ ബിവിയോട് പറഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ ഈ വർഷത്തിൽ ജനിക്കുന്നവരുടെ കണക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എഴുതപ്പെടുകയും അത് മലക്കുകൾക്ക് മാറ്റിക്കൊടുക്കപ്പെടുകയും അതേപോലെ തന്നെ ഈ വർഷത്തിൽ മരിക്കുന്ന ആളുകളുടെ കണക്കുകളും മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പവിത്രമായ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. പവിത്രമായ ഈ ബറാഅത്തിൻ്റെ രാത്രിയിൽ നമുക്കൊക്കെ 3 യാസീൻ ഓതുക എന്നുള്ളത്. ഒന്നാമത്തെ യാസീന് ആയുസിൽ ബറക്കത്തുണ്ടാവാനും, രണ്ടാമത്തേത് റിസ്ഖിൽ ബറക്കത്തുണ്ടാവാനും, മൂന്നാമത്തെ യാസീന് ഹുസ്നുൽ ഖാത്തിമ നല്ല മരണത്തിന് വേണ്ടിയിട്ടുമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് റിസ്ഖ് എന്നുള്ളത്, ഭക്ഷണം എപ്പോഴും നല്ല രൂപത്തിൽ കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആവശ്യമായ ഘടകമാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ അവൻ്റെ റിസ്ഖ് അല്ലാഹു തആല നിർണയിച്ച് മലക്കുകൾക്ക് നൽകപ്പെടുന്ന ഒരു പവിത്രമായ രാത്രിയാണ്. ആ ഒരു ദിവസത്തിൽ അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതാൻ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ നമ്മോട് നിർദ്ദേശിച്ചാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ ആയുസ്. ആ ആയുസ്സിൽ അവനക്ക് ബറക്കത്തുണ്ടാവുക, ദീർഘായുസ് ഉണ്ടാവുക എന്നതിനർത്ഥം ആ ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. കുറേ വർഷം ജീവിക്കുക എന്നതിനേക്കാളും ജീവിതം ഫലവത്താവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷക്കാലമാണ് ജീവിച്ചത്. അവിടത്തെക്കുറിച്ച് സൂറത്തുൽ ഹിജ്റിലെ 72ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ലഅംറുക നബിയെ, അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് ഒരു മഹത്തായ ഒരു ആയുസ്സാണ്. 63 വർഷം കൊണ്ട് ഈ ലോകത്തിനാകെ വലിയ വെളിച്ചം നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് ലോകത്തുള്ള മറ്റെല്ലാ ആളുകളെക്കാളും പവിത്രമായ ആയുസ്സാണ്. അപ്പോൾ അത്തരത്തിൽ ആ ആയുസ്സിനെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്, തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും അവരുടെ സുഖ സൗകര്യങ്ങളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്, അതേസമയം അങ്ങയുടെ ആയുസ് എല്ലാ അർത്ഥത്തിലും ഫലവത്തായി എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ മനുഷ്യരായ നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക, എത്ര വർഷം ജീവിച്ചാലും അത് ഉപകാരപ്രദമാവുന്ന രൂപത്തിലായി മാറുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത്തരത്തിൽ ആയുസ്സിന് ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ഒരു യാസീൻ. അതേപോലെ തന്നെ ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല മരണമുണ്ടാവുക. അവസാനം വരെ നന്നായി ജീവിച്ചതുകൊണ്ട് മാത്രമായില്ല, ആ മരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നല്ല മരണം ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ ഈ ദിനത്തെ പ്രതിപാദിക്കുന്ന സൂറത്തു ദുഖാൻ, ആ ദുഖാൻ സൂറത്ത് ഇശാ മഗ്‌രിബിനിടയിൽ ഓതുക. അങ്ങനെ ഈ 3 യാസീനും അതേപോലെ തന്നെ ദുഖാൻ സൂറത്തുമൊക്കെ ഓതിയിട്ട് ധാരാളം നന്മകൾ ചെയ്ത് നന്മകൾ പ്രവർത്തിക്കേണ്ട ഒരു പവിത്രമായ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ഈ പവിത്രമായ രാത്രിയിൽ. ഈ രാത്രിയെക്കുറിച്ച് മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയിൽ നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് അത് കൂടുതലായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അവിടെ നിന്നാണ് ഹദ്ദാദ് കോർത്തിണക്കിയത്. ഹദ്ദാദിൽ അവിടെ നിന്ന് 7 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞ യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. ഹദ്ദാദിൽ എല്ലാ ദിക്റുകളും 3 പ്രാവശ്യം ചൊല്ലുകയും ഈ ദിക്ർ 7 പ്രാവശ്യം പ്രത്യേകം ചൊല്ലാനുണ്ടായ കാരണം അമിത്ന അലാ ദീനിൽ ഇസ്ലാം, അള്ളാഹുവെ ഞങ്ങളെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിലായിക്കൊണ്ട് മരിപ്പിക്കണേ എന്നുള്ളതാണ്. അവിടുത്തെ പേരക്കുട്ടി അവിടത്തെക്കുറിച്ച് പറഞ്ഞത്, അവിടെ നിന്ന് 500 ദിക്ർ ചൊല്ലി അവസാനത്തിൽ 500ാമത്തെ ദിക്റിൻ്റെ സമയത്താണ് അവിടുത്തെ അന്ത്യശ്വാസം വലിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് പോലും അത്ര മഹാരഥന്മാരായ ആളുകൾ പോലും ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി നമ്മോട് പറയുകയും
അവർക്ക് അങ്ങനെ അവസാനം ഒരു വലിയ ദിക്ർ ഹൽക്ക എന്നോണം 500 ദിക്റുകളുടെ അവസാനമായിട്ട് അന്ത്യശ്വാസം വലിക്കാനും ഒക്കെ സാധിച്ചു. അവരൊക്കെ പേടിച്ച് ഭയപ്പെട്ട ഒരു കാര്യമാണ് നന്നായി മരിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ വലിയ ആഗ്രഹത്തോടു കൂടി അവർ ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് അവർ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനത്തെ ഈ ഒരു മഹത്തായ രാത്രിയിൽ നമ്മുടെ അവസാന നിമിഷം നന്നാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാസീൻ ഓതേണ്ടതുണ്ട്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ രാത്രിയിൽ കൽബ് ഗോത്രത്തിൻ്റെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതൽ അല്ലാഹു തആല തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ് ഈ പരിശുദ്ധമായ രാത്രി എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ, നബിൻ്റെ കാലഘട്ടത്തിൽ കൽബ് ഗോത്രക്കാർക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തിനേക്കാളും അധികമായിട്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ധാരാളമായി ഇറങ്ങുന്ന, മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ രാത്രിയിൽ ഭൂമിക്ക് തൊട്ടുമുകളിലുള്ള 1-ാം ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങുകയും ഈ റഹ്മത്ത് കാരണമായി അല്ലാഹു തആല ധാരാളം പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ പവിത്രമായ ഈ ശഅബാനിൻ്റെ ഈ 15-ാം രാവിൻ്റെ ലൈലത്തുൽ ബറാഅയുടെ രാത്രി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധമായ ഖുർആനിലെ ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ഈ ശഅബാൻ 15-ന് പ്രതിപാദിക്കുന്ന സൂറത്തു ദുഖാനിൽ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്ന മുന്ദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഒരു വർഷത്തേത് കണക്കാക്കിയിട്ട് അതിൻ്റെ ലിസ്റ്റ് മലക്കുകൾ ഏൽപ്പിക്കുന്ന ഒരു പവിത്രമായ ഒരു രാത്രിയാണ്. ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നിജപ്പെടുത്തുമ്പോൾ അത് നല്ല നിലക്കാകാൻ വേണ്ടിയിട്ട് മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട യാസീനൊക്കെ ഓതിയിട്ട് അതുപോലെ സൂറത്തു ദുഖാൻ ഓതിയിട്ട് കൂടുതലായി നന്മകൾ വർദ്ധിപ്പിച്ച് ഈ രാത്രിയെ നമ്മൾ സമ്പുഷ്ടമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹയാത്താക്കുന്ന രാത്രി എന്നും ഈ രാത്രിക്ക് പേരുണ്ട്. പരമാവധി സുന്നത്ത